MT വാസുദേവൻ നായർ യാത്രയാകുമ്പോൾ മലയാളത്തിൽ ഒരു യുഗം അവസാനിക്കുകയാണ്. MT യുഗം എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു. MT ഇതിഹാസമായിരുന്നു. തനിക്ക് മരണസമയത്ത് MT എങ്ങനെ അത് വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു വച്ചിരുന്നു. വിലാപയാത്രകൾ വേണ്ടെന്നും പൊതുദർശനങ്ങൾ വേണ്ടെന്നുമൊക്കെ ആ കഥാകാരൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അങ്ങനെ MTയെ യാത്രയാക്കാൻ മലയാളത്തിനാകില്ല. അദ്ദേഹം വിട പറയുമ്പോൾ ആ വിലാപയാത്രയിൽ പങ്കെടുക്കാതിരിക്കാൻ ആ കഥാകാരനെ അത്രമാത്രം സ്നേഹിച്ച മനുഷ്യർക്കാവില്ല. കണ്ണീർ പൊഴിക്കാതിരിക്കാൻ ആകില്ല. MTയെ കേരളം അത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കും. ന്യൂസ് 18 MTക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രേക്ഷകർക്ക് ഈ സമയം അനുവദിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷയും നിരാശയുമൊക്കെ MT തൻ്റെ കഥകളിലൂടെ അവതരിപ്പിച്ചു. അത് വ്യത്യസ്തമായ ഒരനുഭവമായി, മറക്കാനാകാത്ത ഓർമ്മയായി, വേറിട്ട അനുഭൂതിയായിരുന്നു. കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ ആ കലാകാരൻ മറയുമ്പോൾ എഴുത്തിൻ്റെ വിസ്മയം മലയാളി എത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ രാവിലെ മുതൽ തടിച്ചുകൂടി. സാധാരണക്കാരായ മലയാളികൾക്കറിയുന്ന വാക്കുകളായിരുന്നു കാലവും നാലുകെട്ടും അസുരവിത്തും രണ്ടാമൂഴും മഞ്ഞും ഇരുട്ടിൻ്റെ ആത്മാവും. അതിലൂടെ അവർ MTയെ കണ്ടു. MT എന്ന വലിയ എഴുത്തുകാരനെ കണ്ടു. കലേഷ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്തുനിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കലേഷ്, MT വാസുദേവൻ നായർ ഓർമ്മകളിൽ തിളങ്ങുമെന്നുറപ്പാണ്, അനശ്വരനാകും എന്ന കാര്യത്തിൽ മലയാളിക്ക് മറിച്ച് അഭിപ്രായമില്ല. ശ്രീ കലേഷ് എങ്ങനെ അനുസ്മരിക്കുന്നു MT എന്ന മഹാനായ എഴുത്തുകാരൻ? മലയാള സാഹിത്യത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ പാഠപുസ്തകത്തിലടക്കം അദ്ദേഹത്തിന്റെ ഒരുപാട് നോവലുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ, മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അദ്ദേഹത്തിന്റെ സിനിമകൾ അപ്രവാളികളിൽ അഭിനയിച്ചു തീർത്തത് ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അക്ഷരം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഓർമ്മിക്കും. മലയാളത്തിന്റെ ഒരു ഇതിഹാസമാണ്, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ പെരുന്തച്ഛനാണ് MTയുടെ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനായി വീടിന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. MTയുടെ മൃതദേഹം ഇപ്പോൾ സിതാരയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അല്പസമയത്തിനകം വിലാപയാത്ര പോലെ തന്നെ കോഴിക്കോട് ബാബുകോട് ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. നേരത്തെ മനു പറഞ്ഞതുപോലെ MT ആഗ്രഹിച്ചത് ഒരു വിലാപയാത്രയും വേണ്ട, പൊതുദർശനവും വേണ്ട എന്നാണ്. പൊതുദർശനം അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത്, സാധാരണയായി കോഴിക്കോട് ടൗൺ ഹാളിലാണ് പ്രമുഖ വ്യക്തികളുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ആചാരം MTയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. അത് MTയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ്. അങ്ങനെ പൊതുദർശനത്തിന് തൻ്റെ മൃതദേഹം വെക്കേണ്ട എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. അതിനാൽ തന്നെ സിതാരയിലായിരുന്നു ഇന്നലെ രാത്രി മുതൽ മൃതദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒട്ടേറെ ആളുകൾ അങ്ങോട്ട് വന്നപ്പോൾ അവരെ തടയുവാൻ എന്തായാലും കഴിയില്ല MTയുടെ കുടുംബത്തിന്. കാരണം MTയോടുള്ള മലയാളികളുടെ സ്നേഹം എത്രയാണെന്ന് MTയുടെ കുടുംബത്തിനും അറിയാം. ഔദ്യോഗികമായ സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളും വേണ്ട എന്ന് വെക്കുവാൻ ആ കുടുംബത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന് സമ്മതം മൂളുകയാണ് ചെയ്തത്. ഇപ്പോൾ മാവൂർകോട് ശ്മശാനത്തിലേക്ക് MT വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം എടുക്കുമ്പോഴും അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് 10,000
ആയിരക്കണക്കിന് ആളുകളാണ്. അത് കോഴിക്കോടിൻ്റെ ഒരു സ്നേഹം മാത്രമല്ല, കോഴിക്കോട് നിന്ന് മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിൽ നിന്നും MTയെ കാണാനായി ആളുകൾ എത്തിയിട്ടുണ്ട്. അതിൽ MTയുടെ കൃതികൾ വായിച്ചവരുണ്ട്, MTയെ കേട്ടറിഞ്ഞവരുണ്ട്, MTയുടെ സാന്നിധ്യം ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞ ആളുകൾ തന്നെയാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽ തന്നെ MT വാസുദേവൻ നായരെ വായിച്ചു തുടങ്ങിയത് അത് ഒരു തലമുറയല്ല, 3 തലമുറകൾ അങ്ങനെയാണ്. ഈ കാലത്ത് ഏറ്റവും പുതിയ തലമുറ പോലും MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ കേരള പാഠാവലിയിലൂടെ പഠിച്ചു തുടങ്ങുകയാണ്. അതിനാൽ തന്നെ MTയെ അറിയാത്തവർ, MT വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രത്തെ അറിയാത്തവർ, അത് വായനയെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ പോലും മനസ്സിലേക്ക് MTയുടെ ഒരു കഥാപാത്രം അങ്ങനെ തനിയെ ചെന്ന് കൊള്ളുകയാണ്. അത് സ്കൂൾ തലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ MT വാസുദേവൻ നായരുടെ ആരാധകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മലയാള ഭാഷയിൽ കണ്ടുവരുന്നത്. അത് തുടർന്നുള്ള തലമുറകളിലും ഇതേ രീതിയിൽ തന്നെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് MTയുടെ കൃതികൾ കാലത്തിന് അതീതമാണ്, ഒരു കാലത്ത് തളച്ചിടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയുന്നത്. ഒരു സാഹിത്യകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഒരു പ്രതിഭയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയുമാണ്. അതാണ് MTക്ക് കിട്ടിയത്. ഈ കഥകൾക്ക് നായകനില്ല എന്ന് പറയുമ്പോൾ MT ഇല്ല എന്നുള്ളതാണ്. MT ഇനി അവശേഷിക്കുന്നില്ല, പക്ഷേ MTയുടെ കൃതികളുണ്ട്. അത് ഏറ്റെടുത്ത് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് MTയുടെ കൃതികൾ പൊയ്ക്കൊണ്ടേയിരിക്കും, അതിന് സംശയമില്ല. MTയുടെ മൃതദേഹം വെളിയിലേക്ക് എടുക്കുന്ന സമയത്ത് പോലും സിതാര എന്ന അദ്ദേഹത്തിൻ്റെ വീടിന് വെളിയിൽ ആളുകൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിലാപയാത്ര പോലെ തന്നെയാണ് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. മാവൂർ റോഡിലെ ശ്മശാനം സ്മൃതിപഥം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പുതുക്കി പണിത ഒരു ശ്മശാനമാണ് അവിടെ സ്മൃതിപഥം ഉള്ളത്. അവിടെ എത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. ഔദ്യോഗിക ഉദ്ഘാടനം ഇതുവരെ ആയിട്ടില്ല സ്മൃതിപഥത്തിൻ്റെ, അങ്ങനെ ഒരു പ്രത്യേകതയും ഉണ്ട്. അപ്പോൾ കാലം കരുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളാണ്. മരണം എപ്പോഴും MT വാസുദേവൻ നായരുടെ കൃതികളുടെ ഒരു പ്രധാന ഘടകമാണ്. പല അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലും മരണം കടന്നു വരുന്നുണ്ട്. മരണം കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്, മരണം കാത്തിരിക്കുന്നവരെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കൃതികളിൽ കാണാവുന്നതാണ്. സ്വർഗം തുറക്കുന്ന സമയത്തിലൊക്കെ മരണമാണ് കേന്ദ്ര കഥാപാത്രം. മരണം കാത്തിരിക്കുന്ന ഒരു നാലുകെട്ടാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അതിൽ കാരണവരുടെ മരണം കാത്തിരിക്കുന്ന ഉറ്റ ബന്ധുക്കൾ, അതിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയുണ്ട്. അതായിരുന്നു സ്വർഗം തുറക്കുന്ന സമയം. അത് പിന്നീട് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായി. ഒടുവിൽ മനോരഥങ്ങൾ എന്ന ആന്തോളജിക്കൽ ഫിലിമിൽ അതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന രീതിയിൽ തന്നെ ആ സിനിമ ആവിഷ്കരിക്കുകയും ചെയ്തു. അത് മരണം കേന്ദ്ര കഥാപാത്രമാക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ മരണം എന്നൊരു ചെറുകഥ തന്നെ അദ്ദേഹത്തിൻ്റേത് ഉണ്ട്. അതുപോലെ വിലാപയാത്ര എന്ന നോവൽ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുകൂടാതെ ഒട്ടേറെ കൃതികളിൽ മരണം ഒരു പ്രധാന ഘടകമാണ്. മരണം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ആൾക്കൂട്ടത്തിൽ തനിയയിലെ കേന്ദ്ര കഥാപാത്രം പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും MT ഒരിക്കലും മരണം ഒരു ആഘോഷമാക്കാനോ തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കണമെന്നോ അത് എല്ലാവരും കാണണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. സാധാരണ തൻ്റെ എഴുത്തു പരിസരം എവിടെയാണോ അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന് കലാകാരന്മാർ ആഗ്രഹിക്കാറുള്ളതാണ്. പക്ഷേ MTക്ക് ആ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. MTയുടെ മരണസമയത്ത് പലരും ചോദിച്ചിരുന്നു, നിളയുടെ തീരത്തായിരിക്കുമോ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുക എന്ന്. കാരണം നിള എന്ന് പറയുന്നതും കൂടല്ലൂർ എന്ന ഗ്രാമവും അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും കുന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓടി നടന്ന പ്രദേശങ്ങളായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിളയുടെ തീരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ നിള എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ അതീവ